അർഹിക്കുന്നതും അവകാശപ്പെട്ടതും ലഭിക്കുമ്പോഴുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. സന്തോഷവും സ്നേഹവും അംഗീകാരവും സമ്മാനമായി ലഭിക്കുന്ന മനോഹരമായ നിമിഷങ്ങൾ. നമ്മുടെ സാന്നിധ്യവും വാക്കുകളും സമ്മാനമായി മാറ്റുവാനും നമുക്ക് സാധിക്കട്ടെ. നേരുന്നു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പൊൻപുലരി. ഇറ്റ്സ് മീ മുഹമ്മദ് ഷാറൂഖ്. സാരമില്ല, സമയമാകട്ടെ. ഒരിക്കൽ ഒരു ആശ്രമത്തിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന യുവാവ് ഗുരുവിനോട് പറഞ്ഞു, ഞാൻ എന്നും അങ്ങയുടെ പ്രാർത്ഥനയിലും പ്രഭാഷണത്തിലും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ അവയൊന്നും പകർത്താനാകുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? മുള കൊണ്ടുണ്ടാക്കിയ കൂട അവന് നൽകിയിട്ട് ഗുരു പറഞ്ഞു, ഇതിൽ വെള്ളം കുറച്ച് കൊണ്ടുവരിക. ദ്വാരങ്ങളിലൂടെ വെള്ളം പുറത്തു പോകുന്നത് കൊണ്ട് അയാൾക്ക് വെള്ളം നിറയ്ക്കാനായില്ല. കുറേ ദിവസം അങ്ങനെ ചെയ്യാൻ ഗുരു ആവശ്യപ്പെട്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഗുരു ചോദിച്ചു, എന്തെങ്കിലും വ്യത്യാസം കൂടയ്ക്ക് സംഭവിച്ചോ? യുവാവ് പറഞ്ഞു, കൂടയിലെ ചെളിയൊക്കെ അപ്രത്യക്ഷമായി. മുളം തണ്ടുകൾ വെള്ളം കുടിച്ച് വലുതായി ദ്വാരങ്ങൾ അടയാൻ തുടങ്ങി. ഗുരു പറഞ്ഞു, ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നിനക്ക് ഈ കൂടയിൽ കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടും. സ്വഭാവത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും കാര്യവും അങ്ങനെ തന്നെയാണ്. സുഹൃത്തുക്കളെ, മാറ്റം ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നിലവിലുള്ള വേരുകൾ ആഴ്ന്നിറങ്ങിയവയാണ്. 2, പുതുനാമ്പുകൾ മുളയ്ക്കാൻ സമയമെടുക്കും. എത്ര ആഗ്രഹത്തോടെ ഒന്നിനെ സമീപിച്ചാലും അതിനോട് പൊരുത്തപ്പെടാനും അവയെ സ്വാംശീകരിക്കാനും സമയമെടുക്കും. തിരിച്ചറിയുക, പറിച്ചു നടപ്പെടുന്ന എല്ലാ ചെടികളും ആദ്യം വാടിയേ നിൽക്കൂ. മണ്ണിലിറങ്ങി തളിർക്കാൻ സമയം വേണം. എന്തും ഒറ്റ ദിവസം കൊണ്ട് കരസ്ഥമാക്കണമെന്ന ചിന്തയാണ് പരിശ്രമത്തിൻ്റെ ഊർജവും അർത്ഥവും നഷ്ടമാക്കുന്നത്. എന്താണോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെ മനസ്സിലാക്കണം, ഒപ്പം സഞ്ചരിക്കണം, ഉൾക്കൊള്ളണം, രൂപാന്തരപ്പെടണം. ഇത് ഒരു നിമിഷത്തെ അത്ഭുതം കൊണ്ട് വന്നു ചേരില്ല. സ്ഥിര പരിശീലനമാണ് ഒരാളെ അയാൾ ആഗ്രഹിക്കുന്നിടത്ത് എത്തിക്കുന്നത്. എന്ത് നേടാനിറങ്ങുമ്പോഴും ചില ചോദ്യങ്ങൾ സ്വയം ചോദിക്കണം. അവിടേക്കുള്ള ദൂരം എത്ര? നടത്തേണ്ട ഉദ്യമത്തെക്കുറിച്ചും കാത്തിരിക്കേണ്ട ദിനങ്ങളെക്കുറിച്ചും ധാരണയുണ്ടോ? സ്വയം നവീകരണത്തിന് മനസ്സ് തയ്യാറാണോ? കടിഞ്ഞ വഴികളിലൂടെ നീങ്ങാനുള്ള ധൈര്യമുണ്ടോ? നിരാശകളെ മറികടക്കുമോ? തുടങ്ങുമ്പോഴുള്ള ആവേശത്തേക്കാൾ പ്രധാനമാണ് തുടരാനുള്ള മനസാന്നിധ്യമെന്ന് തിരിച്ചറിയുക. ഓരോ ദിവസവും വളരെ വിലപ്പെട്ടതാണ്. സമയത്തെ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക, തുടർച്ചയായി ചെയ്യാൻ ശ്രമിക്കുക, നേട്ടങ്ങൾ കൈവരിക്കുക. എവർക്കും ശുഭദിനം. സ്നേഹപൂർവ്വം മുഹമ്മദ് ഷാറൂഖ്. താങ്ക് യു സോ മച്ച്.